അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ്. രാഹുലിന്റേത് നീതിക്കു വേണ്ടിയുള്ള സമരമാണെന്ന് ഭാര്യ ദീപ പ്രതികരിച്ചു. ഈ കേസിലെ 4ാം പ്രതിയും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. അതിജീവിതയെ സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുകയാണ്. ഇന്നലെ പൂജപ്പുര ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ചായയും വെള്ളവും മാത്രമാണ് രാഹുലിന്റെ ഭക്ഷണം. രാഹുലിന്റെ സമരം നീതിക്ക് വേണ്ടിയാണെന്ന് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്ത് ഇപ്പം ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പോൾ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം. രാഹുലിനെ ജയിലിൽ നേരിട്ടെത്തി കണ്ട ദീപ ജാമ്യത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. കേസിൽ 4ാം പ്രതിയും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.